എല്ലാ അളവുകളും, അതായത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകരണം വച്ച് അളക്കാൻ പറ്റുന്ന ഏതൊന്നിനെയും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ അളക്കുമ്പോൾ ഏതൊന്നിനും ഒരു വില കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മേശയുടെ നീളം നമ്മൾ അളക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 1.5 മീറ്റർ അളവുണ്ട് എന്ന് പറയുമ്പോൾ ആ 1.5 എന്ന് പറയണം 1.5 എന്ന് പറയുന്നത് അതിൻ്റെ വിലയും, അതായത് മാഗ്നിറ്റ്യൂഡും, മീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റുമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ പിടിച്ച് വലിക്കുന്നു. ആ വലിക്കുമ്പോൾ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിനൊരു ദിശയുമുണ്ട്. അപ്പോൾ ആ ഫോഴ്സ് കൊടുക്കുന്ന 10 ന്യൂട്ടൺ ബലമാണെങ്കിൽ ആ 10 ന്യൂട്ടൺ 10 എന്ന് പറയുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ആ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും, വില എന്ന് പറയും. നമ്മൾ പിടിച്ച് വലിക്കുന്ന ദിശയാണ് ആ ഫോഴ്സിൻ്റെ ദിശ. അപ്പോൾ ഏത് വസ്തുവും നമ്മൾ അളക്കുമ്പോൾ ചിലതിന് ദിശ കൂടെ കാണും, ചിലതിന് വില മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ഫിസിക്സിൽ നമ്മൾ അളക്കുന്ന എല്ലാത്തിനെയും പ്രധാനമായി 2ആയി തിരിച്ചിരിക്കുന്നു. ദിശയും വിലയും ഉള്ളത്, അതായത് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡുമുള്ള അവയെ നമ്മൾ വെക്റ്റേഴ്സ്, അതിൻ്റെ മലയാളമാണ് സദിശം. അതുപോലെ വില മാത്രമുള്ളത് പക്ഷേ ദിശയില്ല, അതിനെ നമ്മൾ പറയും സ്കെയിലേഴ്സ് എന്ന് പറയും. അങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 2 വിധം, സ്കെയിലർ ആൻഡ് വെക്റ്റർ. ദിശയും വിലയും ഉള്ളതും ദിശ ഇല്ല വില മാത്രം ഉള്ളതും. അതായത് വെക്റ്റേഴ്സ് ആർ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ആൻഡ് സ്കെയിലേഴ്സ് ആർ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. അങ്ങനെ 2 തരം. അപ്പോൾ സ്കെയിലർ എന്താണ്, വെക്റ്റർ എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും കൂടെ പഠിക്കണം. ഓക്കെ. ഇപ്പോൾ സ്കെയിലേഴ്സിന് എക്സാമ്പിളാണ് മാസ്, ടൈം, ടെമ്പറേച്ചർ, വോളിയം, സ്പീഡ്, ഡിസ്റ്റൻസ്, പ്രഷർ, ഇലക്ട്രിക് കറണ്ട്, ഡെൻസിറ്റി. അതേപോലെ വെക്റ്റർ ദിശയും വിലയും ഉള്ളത്, ഫോഴ്സ്, മൊമെൻറ്റം, വെലോസിറ്റി, ആക്സിലറേഷൻ, ഏരിയ, വെയിറ്റ്. ഓക്കെ.